നേരത്തെ നമ്മൾ ആ റെഡ് സല്യൂട്ട് കേൾക്കുകയായിരുന്നു പി കെ മേദിനിയുടെ ശബ്ദത്തിൽ. പി കെ മേദിനി വി എസിനെ ഓർക്കുന്നുണ്ട്. പഴയകാല പാർട്ടി പ്രവർത്തന സമയത്ത് പി കെ മേദിനിയുടെ പാട്ട്, വി എസിൻ്റെ പറച്ചിൽ, അതുമായി ഇങ്ങനെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച കഥയൊക്കെ പി കെ മേദിനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജനനായകൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നേതാക്കളുടെ പട്ടികയിൽ എല്ലാ കാലത്തും വി എസ് ഉണ്ടാകുമെന്ന് പി കെ മേദിനി ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ. എസ് വിജയകുമാറിലേക്ക് ഒരിക്കൽ കൂടി. വിജയകുമാർ, അങ്ങനെ പതുക്കെ ആ വിലാപയാത്ര ആലപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഒടുവിൽ സ്വീകാര്യം, അവിടുത്തെ വലിയ ജനസഞ്ചയം, എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് വിജയകുമാർ? ഉന്മേഷ്, ശ്രീകാര്യത്ത് നിന്ന് നമ്മൾ ആ പദയാത്ര, ഒരു വിലാപയാത്ര, അതൊരു പദയാത്ര തന്നെയാണ്. അത് നീങ്ങി ഇപ്പോൾ ചാവടിമുക്കിൽ എത്തിയിരിക്കുകയാണ്. ശ്രീകാര്യത്തേതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ശ്രീകാര്യം മുതൽ നമ്മൾ ഈ കാണുന്ന ഈ ചാവടിമുക്ക് വരെ റോഡിന് ഇരുവശത്തും ആളുകൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുകയായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാൻ. അത് ചാവടിമുക്കിൽ എത്തുമ്പോഴേക്കും അത് വലിയൊരു ആൾക്കൂട്ടമായി മാറി. റോഡിന് ഇരുവശത്തും, ചാവടിമുക്കിൻ്റെ ഇരുവശത്തും ആളുകൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുകയാണ്. എല്ലാവരും ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നാൽ ഈ വാഹനം കടന്നു പോകുന്നതിനൊക്കെ സൗകര്യമായിരിക്കും. അതുകൊണ്ട് പ്രവർത്തകരും ഒക്കെ ആ നിലയിൽ ശ്രദ്ധിക്കണമെന്ന് ഒന്നിലധികം തവണ അനൗൺസ് ചെയ്തു. പക്ഷേ എന്തോ അത് നടപ്പാക്കാൻ കഴിയുന്നില്ല. കാരണം വി എസിനെ കാണാൻ വേണ്ടി, അവസാനമായി കാണാൻ വേണ്ടി എത്തിയവരാണ്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് വി എസിനെ കാണുക എന്നത് മാത്രമാണ്, അവസാനമായി കാണുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അത് കാണുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയാണ്. അത് ആളുകൾ സ്വന്തമായി തന്നെ അത്തരം ഓരോ ആളും ഓരോ വോളണ്ടിയറായി മാറണം എന്നതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അങ്ങനെ നടക്കുന്നില്ല. വലിയ വൈകാരികമായ അടുപ്പം വി എസുമായി പുലർത്തുന്ന വലിയൊരു ജനക്കൂട്ടമാണ് ഈ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ വി എസിനെ കാണാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകുമോ എന്നൊരാശങ്കപ്പെട്ടാവും റോഡിന് ഇരുവശത്തുമൊക്കെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ, ഈ ബസ്സിൻ്റെ ഏത് സൈഡിൽ നിന്നാലും ഏത് ഭാഗത്ത് നിന്നാലും വി എസിനെയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ കഴിയും, മുഖം ഉൾപ്പെടെ കാണാൻ കഴിയും. അതുകൊണ്ട് ആ നിലയിൽ ക്രമീകരിച്ചാണ് ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ഇരുവശത്തും നിൽക്കുന്നവർക്കും അദ്ദേഹത്തെ കാണാൻ കഴിയും. വലിയൊരാൾക്കൂട്ടം എന്ന് വെച്ചാൽ ഈ ചാവടിമുക്കിലേക്ക് നമ്മൾ എത്തുമ്പോൾ ചാവടിമുക്കിൻ്റെ ഇരുഭാഗത്തും ഈ വാഹനം നീങ്ങാൻ കഴിയാത്ത തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. റെഡ് വോളണ്ടിയേഴ്സും ഒക്കെ അതിനിടയിൽ ഒരു ആംബുലൻസ് കടന്നു പോകാൻ അതിന് വഴിയൊരുക്കുകയും വേണം. അതും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ ഒരു ആംബുലൻസ് വഴി എന്താണ്, ആ ആംബുലൻസിന് കടന്നു പോകാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു അങ്ങേറ്റം തിരക്കുള്ള സമയമാണ്. റോഡിൽ നല്ല തിരക്കുണ്ട്. വാഹന ഗതാഗതം തടസ്സപ്പെടാതെ നോക്കുകയും വേണം. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് വലിയ പ്രയാസപ്പെട്ടാണ് ഈ റെഡ് വോളണ്ടിയേഴ്സും ഒക്കെ ഈ യാത്ര ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മളുടെ മുന്നിലൂടെ ആ ബസ് കടന്നു പോവുകയാണ്. വലിയ തോതിൽ വലിയ തിരക്ക് നമ്മളതിൽ കാണുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, ആ വാഹനത്തെ പൊതിഞ്ഞ് കുട്ടികളും അമ്മമാരും ഒക്കെ അടങ്ങുന്ന ആൾക്കൂട്ടമൊക്കെ ആ വാഹനത്തെ പൊതിഞ്ഞിങ്ങനെ കടന്നു പോവുകയാണ്. പൂക്കളൊക്കെ ആ വാഹനത്തിലേക്ക് എറിഞ്ഞ് ആണ് ഈ യാത്ര കടന്നു പോകുന്നത്. ഏതാണ്ട് ഒരു പദയാത്ര കണക്ക് ആണ് ഈ വിലാപയാത്ര മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ മുതൽ നമ്മൾ ഈ പറയുന്ന ശ്രീകാര്യം ചാവടിമുക്ക് വരെ ഈ കിലോമീറ്റർ ദൂരം അത്രയും ഇതിനൊപ്പം ഉണ്ട് ഏതാണ്ട് മുഴുവൻ ആളുകളും നടന്നു തന്നെയാണ് ഈ വഴിയാണ് മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും ഒരു പദയാത്രയുടെ ഭാഗമായി ഇങ്ങനെ നടന്നാണ് ഈ വഴിയിലൂടെ പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ തിരക്ക് കൂട്ടി വാഹനത്തിനടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയും പോലീസ് അവരെ തടയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ചാവടിമുക്കിലെ വലിയ തിരക്കിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് ഈ ബസ്. എല്ലാവർക്കും വി എസിനെ കാണാൻ പറ്റിയോ എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ നല്ല തിരക്കും, ഒപ്പം തന്നെ അവിടെ അതിനിടയിൽ റോഡ് ബ്ലോക്കായി ഒരു ആംബുലൻസ് വരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് അതിന് കടന്നു പോകാനൊക്കെയുള്ള വഴിയൊരുക്കാനും വേണ്ടി കൂടിയായിരുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യാത്ര ഒരു പദയാത്ര കണക്കെ ഈ വിലാപയാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതെപ്പോൾ ആലപ്പുഴ എത്തും എന്നതിൽ ഈ ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ തുടർച്ചയായി അടുത്തടുത്തുള്ള ഈ പോയിന്റുകൾ കടന്നാൽ ഒരു പക്ഷേ കുറച്ചുകൂടി വേഗത്തിൽ യാത്ര മുന്നോട്ട് പോകും എന്ന് കരുതാം. ഈ ദൃശ്യങ്ങളിൽ കാണാം, വീട്ടമ്മമാരുൾപ്പെടെ പല ഭാഗത്തും ആയി നിന്നവരൊക്കെ ഇപ്പോൾ വി എസിനെ കാണാൻ വേണ്ടി ആ വാഹനത്തിന് അടുത്തേക്ക് വരികയാണ്. അവരൊക്കെ വി എസിനെ ദൂരെ ആണെങ്കിൽ പോലും. ശരിയാണ് വിജയകുമാർ. അങ്ങനെ ആ വാഹനത്തിനടുത്തേക്ക് വീട്ടമ്മമാർ, കുട്ടികൾ, മുതിർന്നവർ, വയോധികരൊക്കെ ആ വി എസിൻ്റെ
വിലാപ യാത്രയിലേക്ക് എത്തുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, ഇങ്ങനെ റോഡ് നിറഞ്ഞ് ജനം സഞ്ചരിക്കുന്നുണ്ട്. അവരൊക്കെ ആ വാഹനത്തിന് ഇരുപുറവുമായി ഇങ്ങനെ VS-നൊപ്പം നടക്കുകയാണ്. ഇപ്പോൾ ഈ ശ്രീകാര്യം പിന്നിടുന്നതേയല്ലേ ഉള്ളൂ ഇപ്പോൾ ഷഫീദ്. ഇനിയുള്ള കേന്ദ്രങ്ങൾ ഒരുപാട് ബാക്കി കിടക്കുന്നു. ഷഫീദ്, വിവരങ്ങൾ. ഉന്മേഷ, വൈകാരികമായിട്ടുള്ള യാത്രയപ്പ്, വലിയ ജനാവലി, ജനക്കൂട്ടം, VS എന്ന പ്രിയപ്പെട്ട മനുഷ്യനെ അവസാനമായി കാണാൻ നിരവധി ആളുകൾ ഇവിടേക്ക് തടിച്ചുകൂടി നടക്കാൻ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രയ്ക്കുണ്ട് VS-ന്റെ ജനകീയത.